സർ, ആദ്യമേ തന്നെ സേക്രഡ് ഹാർട്ട് കോളേജിലേക്ക് സ്വാഗതം. ഒപ്പം ഞങ്ങളുടെ ഈ ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിലേക്കും. വലിയൊരു സീസണിന് ശേഷം വലിയ ഒരു ചാമ്പ്യനായിട്ടാണ് ഇന്ന് അസറിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അസറിൻ്റെ ഇന്ന് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് അസറിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഇങ്ങനെ ഓവർ ദിസ് ഇയേഴ്സ് ഒരു കണ്ട ഒരാളെന്ന രീതിയിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് രഞ്ജി ട്രോഫിക്ക് ശേഷം രഞ്ജി ടീമിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ രഞ്ജി ടീമിൻ്റെ കോണ്ടെക്സ്റ്റിൽ അസർ ഒരു എന്താണ് പറയുക, ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തി കേരള ടീം ഒരു പക്ഷേ ചരിത്രം സൃഷ്ടിച്ചു. ഇതുവരെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ നമ്മൾ പ്രവേശിച്ചിട്ടില്ല. നമ്മൾ റണ്ണേഴ്സപ്പായി ആ ടീമിലെ വളരെ നിർണായകമായിട്ടുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ പെർഫോം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ വലിയ സന്തോഷമാണ്. ഒരു ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, സേക്രഡ് ഹാർട്ട് കോളേജ് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് വലിയ ഒരു സന്തോഷവും അഹങ്കാരവുമുണ്ട്. അതായത് ഇന്ന് അസറിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഈ യാത്രയെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും കഴിഞ്ഞതിൽ. അപ്പം നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇന്ന് അസർ ഒരു വലിയ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഒരു മോട്ടിവേഷനായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഹൗ ഡിഫിക്കൽട്ട് വാസ് ദിസ് ജേർണി? അതായത് ഈ ഒരു പ്ലേസിലേക്ക് എത്താനായിട്ട്, ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് എനിക്കറിയാം അസർ ചെയ്തിട്ടുള്ളൊരു ഹാർഡ് വർക്ക്. ഒരു കാസർഗോഡുകാരനാണ്. കാസർഗോഡ് നിന്ന് വന്ന് എറണാകുളത്ത് വന്ന് അതിൻ്റെ സ്ട്രഗിൾ ചെയ്ത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായിട്ട് മാറി. ഇന്ന് സ്വാഭാവികമായിട്ട് ഇന്നിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആളുകളും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് അസറിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു അച്ചീവ്മെൻ്റ് അല്ല, ഒരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡിഫിക്കൽട്ട് വാസ് ദിസ് ജേർണി? അതേ തന്നെ എസ് എച്ചിലോട്ട് എപ്പോഴും വരുമ്പോഴും സന്തോഷമേ ഉള്ളൂ. കാരണം ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് എസ് എച്ച്. പിന്നെ കരിയർ, രഞ്ജി ട്രോഫി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എച്ച് സെക്കൻഡ് ഇയർ ഉണ്ടാവുന്ന സമയത്താണ്. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു സ്ഥലമാണ് എസ് എച്ച് എന്ന് പറയുന്നത്. പിന്നെ എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരുപാട് പാഷൻ്റെ പുറത്ത് തുടങ്ങിയൊരു സ്പോർട്ടാണ്, ഒരു കളിയാണിത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ബുദ്ധിമുട്ടുണ്ടായത് ഒരേ ഒരു സ്ഥലത്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് നമ്മൾ ട്രാക്ക് മാറിപ്പോവും. ആ സമയത്ത് തിരിച്ച് ട്രാക്കിൽ വരാം. ഇല്ലെങ്കിൽ ആ ട്രാക്കിൽ തന്നെ എത്ര ഡ്യൂറേഷൻ എത്ര കൂട്ടാൻ പറ്റും ആ ട്രാക്കിൽ നിന്നുകൊണ്ട് തന്നെ എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി റുട്ടീൻ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, രാവിലെ എണീക്കുന്ന ഒരു സമയം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്ര നാൾ എണീക്കാൻ പറ്റും, പ്രാക്ടീസ് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എത്ര അവേഴ്സ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ അവേഴ്സ് തന്നെ എത്ര ദിവസത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടീനെ കുറച്ച് വർഷങ്ങളോളം ചലഞ്ച് ചെയ്ത് പോയി ഒരു അവസാനം ഈ ഒരു വർഷമാണ് നമ്മൾ കേരള ടീം ഫൈനലിലോട്ട് എത്തിയതും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിലും എല്ലാം കൊണ്ടൊരു സന്തോഷം തന്നൊരു വർഷമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ജേണീൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്നുള്ളതായിരുന്നു ബുദ്ധിമുട്ട്. അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് പിന്നെ ഒരുപാട് പാഷനേറ്റ് ആയതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ, ഞാനൊരു ക്രിക്കറ്റ് എക്സ്പെർട്ടൊന്നുമല്ല എങ്കിൽ പോലും ക്രിക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ അയാളുടെ ഒരു കരിയർ ടൈമിൽ ചില ടൈമിൽ നല്ല ഫോമുള്ള സമയമുണ്ട്, കരിയർ ഫോം പീക്കിലുള്ള സമയമുണ്ട്, ഫോം ഔട്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് അസർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരു ടൂർണമെൻ്റ് കൂടിയാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്: അപ്പോൾ ഈ നമ്മൾ ഫോം ഔട്ട് ആകുന്ന സമയങ്ങളിൽ, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്ത സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഹൗ ഡു യു ഫോക്കസ് ഓൺ ദ ഗെയിം? അത് വലിയൊരു ക്രൈസിസാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വിജയിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യുമ്പോഴൊക്കെ വളരെ ഈസിയാണ്. കാരണം എല്ലാവരും കൂടെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളാണെങ്കിലും എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മൾ ഫോം ഔട്ട് ആവുന്ന ഒരു സമയമുണ്ട്. എല്ലാവരും നമ്മളുടെ ഫോമിനെ സംശയിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾക്ക് തന്നെ ഡൗട്ട് ആവുന്ന ഒരു സമയമുണ്ട്.
പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളതാണ് ഒരു പ്ലെയറിന്റെ ഒരു സക്സസ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു മൊമെന്റിനെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു മുംബൈക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ച് അസർ വലിയൊരു വാർത്തയിൽ വന്നിരുന്നു. ഞാനും ആ കളി ഫോളോ ചെയ്തു. നമുക്ക് വലിയ സന്തോഷമാണ് കാണാനായിട്ട്. പല ആളുകളും സേവാഗ് ട്വീറ്റ് ചെയ്യുന്നു, പല ആളുകളും ട്വീറ്റ് ചെയ്യുന്നു, എല്ലാവരും മുഹമ്മദ് അസറുദ്ദീൻ്റെ പിൻഗാമി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് നാൾ നമ്മൾ അസറിനെ കുറിച്ച് കേൾക്കാനുണ്ടായിരുന്നില്ല ആരായിട്ട്. പിന്നീടാണ് ഈ സീസണിൽ വരുന്നു, രഞ്ജി ട്രോഫിയിൽ പെർഫോം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് വർഷങ്ങളിൽ വലിയൊരു സ്ട്രഗിൾ കൂടെ അസർ കടന്നു പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഫോം ഔട്ട് ആവുന്ന സമയങ്ങളിൽ നമ്മളുടെ ആ ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പറഞ്ഞ പോലെ തന്നെ ഫോമും എന്താ പറയുക, ഔട്ട് ഓഫ് ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണോ, കൺട്രോൾ ദ കൺട്രോളബിൾസ് എന്ന് പറയും. ഇപ്പം ക്രിക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്പയേഴ്സ്, പിച്ച്, ഓപ്പോണൻസ്, പിന്നെ വെതർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ഈസ് എ വെരി ഫണ്ണി ഗെയിം ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ലെവലർ. എന്ന് വെച്ചാൽ നമ്മൾ റണ്ണടിക്കുന്ന സമയത്ത് നമ്മുടെ തല മേലോട്ടും പോകാൻ പാടില്ല, റണ്ണടിക്കാത്ത സമയത്ത് നമ്മൾ താഴോട്ടും പോകാൻ പാടില്ല. അതെപ്പോഴും ഒരു ലെവലിൽ തന്നെ പോകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം 100 ആണെങ്കിൽ പിറ്റേ ദിവസം ഫസ്റ്റ് ബോൾ ഔട്ട് ആവാനും വലിയ സമയം വേണ്ട, വലിയ പാടുമില്ല. അപ്പം റാദർ ദാൻ തിങ്കിങ് അബൌട്ട് ദ ഔട്ട്കം വിച്ച് ഈസ് റിസൾട്ട്, നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാം, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതാണ് എൻ്റെ സക്സസ് എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഡെയിലി പ്രാക്ടീസ്, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ. കാരണം റിസൾട്ട് ഒരിക്കലും നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. ഞാൻ 2 വർഷം മുമ്പ് ധോണീനെ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം മഹിഭായ് പറഞ്ഞ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. ഇപ്പം സാർ ചോദിച്ച അതേ ചോദ്യം ഞാൻ ചോദിച്ചു. നമുക്ക് റിസൾട്ട് നമ്മുടെ ഫേവറിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാം സ്മൂത്താണ്, എളുപ്പമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ലാത്ത സമയമാണ് നിന്റെ ബെസ്റ്റ് ടൈം, നിനക്ക് നിന്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയം. എന്ന് വെച്ചാൽ നീ കളിക്കുന്നില്ല, നീ ഫോം ഔട്ടാണ്, നീ കളിക്കുന്നില്ല. ആ സമയത്ത് നിന്റെ ഫിറ്റ്നസ്, നീ ഇത്ര പെർസെൻറ്റേജിലാണ് നിന്റെ ഫിറ്റ്നസ് എന്നുണ്ടെങ്കിൽ നിന്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോട്ട് ഇമ്പ്രൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം, അതാണ് നിന്റെ ടൈം. റെഡിയായി നിൽക്കുക. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കൊരു അവസരം കൊണ്ടുതരും. നമ്മൾ വിസിബിളായി നിൽക്കുക, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നിൽക്കുക, വിസിബിളായിട്ട് നിൽക്കുക. ഇതെൻ്റെ അവസരമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗ്രാബ് ചെയ്യുക. അത് ഗ്രാബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സാധനം വേണം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, സ്കിൽ വൈസ് നമ്മൾ റെഡി ആയിരിക്കണം, മെൻ്റലി നമ്മൾ ആ ഒരു ഹങ്കറിൽ നിൽക്കണം. എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുന്നുള്ളൊരു ഹങ്കറിൽ നമ്മൾ നിൽക്കണം എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഗതി വലിയൊരു ഫാക്ടറാണ്, നമ്മുടെ ഫോം എന്ന് പറയുന്ന സാധനം. കാരണം നമ്മൾ ഫോം കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ റൺസും നമ്മുടെ വിക്കറ്റ്സും നോക്കിയിട്ടാണ്. അത് നമ്മുടെ റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ടിനെക്കാട്ടിലും ബെറ്റർ നമ്മളെപ്പോഴും നമ്മുടെ പ്രോസസ്സിൽ നിൽക്കുന്നതാണ്. പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റുട്ടീൻസ്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അസസ് ചെയ്യുന്ന ഒരു രീതി, ഫിറ്റ്നസ് എവിടെയുണ്ട്, നമ്മുടെ സ്കിൽ വൈസ് എവിടെയാണ്, മെൻ്റലി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, ഒപ്പോണൻസിനെ പറ്റി ഞാൻ പഠിക്കുന്നുണ്ടോ, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെയിൻ സംഗതി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് നല്ല റിസൾട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഈ സ്പോർട്ട് അങ്ങനെയാണ്. നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് ക്യാപ്റ്റനും കോച്ചും നമ്മളെ കളിപ്പിക്കണം എന്നില്ല. ഇതൊരു ടീം സ്പോർട്ടാണ്. അവരുടെ പരിഗണനയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം റിസൾട്ട് നോക്കിയിട്ടാണ് നമ്മുടെ അസസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും അസസ് ചെയ്യേണ്ടത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, നമ്മൾ പ്രോസസ്സ് നോക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് അത്ര എളുപ്പമല്ല, പക്ഷെ അത് ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് വേ എന്നാണ് ഞാൻ മനസ്സിലാക്കി. 2013 അസർ SH വരുന്നത്. ഒന്ന് KCA അക്കാഡമിയിലാണ്, തേവര തന്നെയുള്ളത്. അപ്പം ആ കാലഘട്ടങ്ങളിൽ ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓവർ ദീസ് ഇയേഴ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വേറൊരു അസറുദ്ദീനെയാണ് മീറ്റ് ചെയ്യുന്നത്. അന്നൊരു പയ്യനാണ്, ഞങ്ങളും കുറച്ചും കൂടെ യങ്ങാണ്. സ്വാഭാവികമായിട്ടും ഒരു ക്രിക്കറ്റ് ആരാധന എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അന്ന് തന്നെ അസർ ഒരു സ്റ്റാമ്പുള്ള പ്ലെയറാണ്. സ്വാഭാവികമായിട്ടും അന്ന് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി എന്ന രീതിയിൽ അടുപ്പമുണ്ട്. പക്ഷേ ഈ ഒരു 10-12 വർഷത്തെ ഒരു യാത്ര, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യം. അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷന് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സക്സസ് പെട്ടെന്ന് വരില്ല. ഹാർഡ് വർക്ക് നിർബന്ധമാണ്. പെർസിസ്റ്റൻ്റ് ആവണം. നമ്മുടെ പ്രോസസ്സിൽ എൻജോയ്, അതിൽ ഫോക്കസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിൽ അസർ ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം ഈ കമൻറ്റേറ്റർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അസർ പറഞ്ഞൊരു പോയിന്റാണ്, അതായത് എൻജോയ് ദ ഗെയിം എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാതെ
ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു പുതിയ തലമുറയ്ക്കൊക്കെ വലിയൊരു ഒരു ഒരു ഗൈഡൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കിപ്പോൾ ഇന്ന് ഒരു 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 ഹാർഡ് വർക്ക് ചെയ്ത് നാളെ അതിൻ്റെ റിസൾട്ട് വേണം എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വലിയൊരു മെസ്സേജാണ്. അപ്പം തേവര കോളേജ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് ചോദിക്കാറുള്ളത്, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അസറിൻ്റെ ഒരു കരിയറിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഇവിടുത്തെ അധ്യാപകരോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യമോ? പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് വന്ന് പെട്ടെന്ന് എറണാകുളത്തേക്ക് വന്നു. KCA അക്കാഡമി തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അതുകൊണ്ട് അത് തീർച്ചയായിട്ടും മറ്റൊരു സ്പേസിൽ സംസാരിക്കേണ്ടതാണ്. തേവര കോളേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ്? കാരണം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പോർട്സിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകളാണ്, നോവലും പോയിട്രിയും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ തേവര കോളേജ് അസറിൻ്റെ ഒരു കരിയറിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത്? +1 9th 10th ഞാൻ കോട്ടയത്തായിരുന്നു. മുത്തോലി സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന സ്കൂളിൽ 9th മാന്നാനം സെൻറ്റ് ഫ്രെയിംസിൽ 10th +1 ആയപ്പോഴാണ് ഇവിടെ SH വരുന്നത്, തേവരയിലോട്ട്. അപ്പം +1 വന്ന സമയത്താണ് ഞാൻ കേരളത്തിന് ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പം ഒരുപാട് ലക്ക് കൊണ്ടുവന്നൊരു സ്ഥലമാണിത്. കേരളത്തിന് അണ്ടർ-19 കേരളത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നത് SH +1 ഉണ്ടായ സമയത്ത്, രഞ്ജി ട്രോഫി കളിക്കുന്നത് കോളേജ് സെക്കൻഡ് ഇയർ ആയ സമയത്താണ്. അപ്പം ഒരുപാട് ലക്ക് കൊണ്ടുവന്നൊരു കോളേജാണ്. പിന്നെ SH പഠിക്കാൻ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയും, SH ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്ര പണിയുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഡീസൻറ്റ് മാർക്ക് 10ാം ക്ലാസ്സിലുള്ള ഒരു തന്നെ +1 കിട്ടാൻ പണിയുണ്ട്. +1 +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു സാധാരണ ഒരു ആവറേജ് ഉള്ള ഒരു പയ്യന്, ആവറേജ് മാർക്കുള്ള ഒരു പയ്യന് കോളേജിൽ കിട്ടാനും കുറച്ച് പാടാണ്. തീർച്ചയായിട്ടും അത് സ്പോർട്സിന്, ക്രിക്കറ്റിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം അന്നൊരു ക്യാഷ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയാണ്, ക്രിക്കറ്റ് അക്കാഡമീസ് ആൻഡ് സ്പോർട്സ് ഹോസ്റ്റൽ എന്ന് പറയും, ക്യാഷ് കേരള. അപ്പം അവരുടെ KCAൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് നമുക്കിവിടെ അഡ്മിഷൻ കിട്ടിയത്. അതേപോലെ തന്നെ ഇവിടെ വന്ന് പഠിച്ച് നമുക്ക് പ്രാക്ടീസിനുള്ള സമയം രാവിലെയും വൈകുന്നേരം പ്രാക്ടീസാണ്, ഇൻ ബിറ്റ്വീനാണ് ക്ലാസ്സസ്. പിന്നെ ഒരുപാട് മാച്ചസ്, ആ സമയത്ത് ഒരുപാട് മാച്ചസ് കളിക്കുമായിരുന്നു. എല്ലാ ലോക്കൽ ടൂർണമെൻറ്റ്സ്, കേരളത്തിൽ നടക്കുന്ന എല്ലാ ലോക്കൽ ടൂർണമെൻറ്റ്സും കളിക്കും. യൂണിവേഴ്സിറ്റി മാച്ചസ് അത് ഇതെല്ലാം കളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലേ ഇതൊക്കെ പറ്റുള്ളൂ. അവർ സ്റ്റബേണായിട്ട് നിന്നില്ല, ഇവിടെ വന്നേക്കുന്നത് പഠിക്കാനാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കൂലായിരുന്നു. എൻ്റെ കയ്യിൽ ഡിഗ്രിയും PG ഒക്കെ ഉണ്ടായേനെ, പക്ഷെ നമ്മൾ സംസാരിക്കൂലായിരുന്നു. അപ്പം തീർച്ചയായും ഭയങ്കര ഫ്ലെക്സിബിളായിരുന്നു. ഞാനെന്നല്ല, നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്ലെക്സിബിളായിരുന്നു. അന്നത്തെ HOD എന്ന് പറയുന്നത് CSF സാറായിരുന്നു. അപ്പോൾ പുള്ളി അത്യാവശ്യം സപ്പോർട്ടീവായിരുന്നു, എല്ലാ സാറുമാരും സപ്പോർട്ടീവായിരുന്നു. പിന്നെ രാജേഷ് സാറായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായത്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തായിരുന്നു താമസമൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ കാലഘട്ടങ്ങളിൽ ഞാനൊരു ചെറുപ്പക്കാരനാണ്, എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. റൈറ്റ്, അപ്പം നമുക്കത് സാധിച്ചില്ല. പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ ഗെയിംസ് ഒക്കെ കാണാനായിട്ട് വരികയായിരുന്നു. ഒരുപക്ഷെ ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ അസറുദ്ദീനുമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു അടുപ്പത്തിന്റെ പേരിലാണ് നമ്മുടെ ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പം അസർ ഒരു സെഞ്ചുറി അടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ അടിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഓവർ ദ CS, എനിക്ക് ഇവിടെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് ക്ലാസ്സിലൊക്കെ നമ്മളതൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് അസറിൻ്റെ ഒരു ബാറ്റൊക്കെ എനിക്ക് അന്ന് സമ്മാനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ കോഴിക്കോടേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഇപ്പം സൽമാൻ സ്വാഭാവികമായിട്ടും, സൽമാൻ്റെ ക്ലാസ് ടീച്ചർ ഞാനായിരുന്നു. അസർ, ഇപ്പോൾ ഇവരൊക്കെ നിങ്ങളൊരു ലൈഫിലേക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സ്പെസിഫിക് ആയിട്ട് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ പോലും ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ നമ്മൾ ഇങ്ങനെയുള്ളൊരു സംഭാഷണത്തിന് നമ്മൾ മുതിരുന്നതിനുള്ളൊരു കാരണം, പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അത് സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, സ്റ്റഡീസ് ആയിക്കൊള്ളട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾക്കൊരു ഫോക്കസ് ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ലഹരി, അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുണ്ട്. അപ്പം ക്രിക്കറ്റ് ഒരു ലഹരിയാവുന്ന, അല്ലെങ്കിൽ ലഹരി ആവേണ്ട, അല്ലെങ്കിൽ സ്പോർട്സ് ഒരു ലഹരി ആവേണ്ട, അല്ലെങ്കിൽ ആർട്സ് ഒരു ലഹരി ആവേണ്ട കാലഘട്ടം വലിയ എന്താണ് പറയുക അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഗെയിം അല്ലെങ്കിൽ സ്പോർട്സ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ടും അങ്ങനെ സാധിക്കാനുള്ള ഒരു പോസിബിലിറ്റി? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്പോർട്സിൽ, ക്രിക്കറ്റ് എന്നല്ല, സ്പോർട്സിൽ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്.
അപ്പം ഒരു സ്പോർട്സ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അവർക്ക് പേഴ്സണൽ ഗോൾസ് ഉണ്ടാവും, ടീം ഗോൾസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി, ഏത് സ്പോർട്ടാണെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്, ഫിസിക്കലി ഹെൽത്തി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ലഹരി എന്ന് പറയുന്ന ഒരു സാധനം ഔട്ട് ഓഫ് ദ സിനാരിയോ ആണ്. അവൻ്റെ സിനാരിയോയിൽ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് അവൻ്റെ ഫിറ്റ്നസ് അവൻ എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ലഹരി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മാറ്റിവെക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഇതാണ്. നമ്മുടെ നല്ല ശരീരം ഉണ്ടെങ്കിൽ നല്ല ശരീരമുള്ള മനസ്സില് നല്ല ശരീരമുള്ള ഇതില് നല്ല മനസ്സുണ്ടാവും, ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവും എന്ന് പറയുന്ന ഒരു കേസ്. അതിലുപരി ഞാൻ സ്പോർട്സിനെ ഇത്രയും റെസ്പെക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മതമില്ല. അതായത് നമ്മളിപ്പം നമ്മൾ കേരള ടീം കളിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ പല പേരുള്ള ആൾക്കാരുണ്ട്, പല ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒറ്റ ഗോളേ ഉള്ളൂ, രഞ്ജി ട്രോഫി എന്നുള്ള ഗോൾ, അത് അച്ചീവ് ചെയ്യാന്നുള്ള ഗോൾ. കേരളത്തിന്റെ ഒരു സ്പിരിറ്റും കൂടെയാണ് അതങ്ങനെ, കേരളത്തിന്റെ ജനറലി അതങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന, ലഞ്ച് ബ്രേക്ക് ആയിക്കോട്ടെ, ടീ ബ്രേക്ക് ആയിക്കോട്ടെ, കിട്ടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ഈ സ്പോർട്സ് പരമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും സ്പീക്കർ, പാട്ട്, അത് ഇതെല്ലാം നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലുണ്ടാവും. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിസ്കരിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കൊലീഗ് നിസ്കരിക്കുന്നുണ്ടോ, അപ്പോൾ വോളിയം കുറയും, പോസാവും പാട്ട്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അപ്പോൾ വോളിയം കുറയും, പോസാവും പാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മതം എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തില്ല. നമ്മൾ കളിക്കുന്ന പ്യുവർ പാഷൻ്റെ പുറത്താണ് കളിക്കുന്നത്. നമ്മുടെ പൊട്ടൻഷ്യല് ആദ്യം നമുക്ക് എന്താണോ ഉള്ളത് അത് ആദ്യം തിരിച്ചറിയുക, റിയലൈസ് ചെയ്യുക. എൻ്റെ അകത്ത് എന്താണോ ഉള്ളത്, ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ, ഈ പറയുന്ന പോലെ ആർട്സ് ആണോ, എന്താണോ ഉള്ളത് റിയലൈസ് ചെയ്യുക. എന്നിട്ട് ആ പൊട്ടൻഷ്യലിനെ പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലഹരി. അതിനെന്താണോ വേണ്ടത് അതിനും വേണ്ടി മെനക്കെടുക എന്നുള്ളതാണ് നമ്മളെ ലഹരി. അതിന് നമ്മൾ ആരുടെ അടുത്ത് പോകണം എന്നുള്ള, നല്ല കോച്ച്, നല്ല ട്രെയിനർ, ആരുടെ അടുത്ത് പോകണം എന്നുള്ളതാണ് നമ്മുടെ ലഹരി. തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ ഒന്നിനും കിട്ടൂല എന്നുള്ളതാണ്. ഞാൻ വലിയ നല്ല ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്താണ് വേറെ ഒരു സാധനത്തിന് അത് ഒരിക്കലും കിട്ടൂല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ ഇവിടെ കുറച്ച് ക്യാമറാസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഷൂട്ട് കഴിയുമ്പോൾ ഈ ചേട്ടന്മാർ എഡിറ്റ് ചെയ്ത് ഇതിനൊരു ഒരു 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നില്ല അവർക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടും. കാരണം അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ് ഇവർ ഈ ക്യാമറേൻ്റെ പുറകിൽ നിന്ന് ഇവർ ഈ പണി എടുക്കുന്നത് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പണിയല്ല, അവരുടെ പാഷനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുക, അത് പുറത്തോട്ട് കൊണ്ടുവരിക, ഡേ ബൈ ഡേ അതിലോട്ട് എങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളത് ചിന്തിക്കുക, അതിൻ്റെ പുറകെ നടക്കുക, അതിനെ മെനക്കെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ഉള്ളത്, അസറിൻ്റെ ഈ സീസണിൽ സെമി ഫൈനലിൽ അസർ വലിയ രീതിയിൽ നന്നായിട്ട് കളിച്ചു, ഫോളോ ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ ഒരു ദിവസം വൈകുന്നേരം തുടങ്ങി, പിറ്റേ ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3rd ഡേ ആണ് നമ്മുടെ ഇന്നിങ്സ് അവസാനിക്കുന്നത്. സോ ഈ ഗെയിമിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ സമയം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനായിട്ടൊരു കാരണം എനിക്ക് ഈവൻ ഗെയിം കാണുമ്പോൾ തന്നെ ഒരു വിക്കറ്റ് പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എനിക്ക് പേഴ്സണലി ഗെയിം കാണുന്ന ഒരാളെന്ന രീതി, കാരണം പണ്ട് കാലഘട്ടത്തിൽ സച്ചിൻ ഔട്ട് കഴിഞ്ഞാൽ TV ഓഫ് ചെയ്ത് പോകുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഗെയിം കാണുമ്പോൾ തന്നെ ആ പ്രഷർ അത് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു 2-3 ദിവസം നിങ്ങൾ കളിക്കുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രഷറിനെ താങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ സംഭവിക്കുക? റൈറ്റ്, വി സീ ഓൺലി ഹൗ യു പ്ലേ in the ground, but what is going inside you? നമ്മുടെ നല്ല 3 മാച്ചസ് ആയിരുന്നു. ക്വാർട്ടർ ഫൈനൽസ് കാശ്മീരിനെതിരെയും സെമി ഗുജറാത്തിനെതിരെയും, ഫൈനൽ വിദർഭയ്ക്കെതിരെ നല്ല മാച്ചായിരുന്നു. അതിന് മുമ്പ് നമ്മളൊരു മാച്ച് ഇവിടെ തിരുവനന്തപുരത്ത് കളിച്ച്, മധ്യപ്രദേശായിട്ട് കളിച്ച്, അത് നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് അടിച്ച് മാച്ച് ഡ്രോ പിടിച്ച്, ആ ഒരു 3 പോയിന്റാണ് തീർച്ചയായിട്ടും നമ്മളെ ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ആ മാച്ചിൽ നടന്നൊരു സംഭവമുണ്ട്, വിക്കറ്റ് കീപ്പർ മന്ത്രി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അപ്പം അവൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്ലെഡ്ജ് ചെയ്യാണ്, സംസാരിക്കുകയാണ്. അപ്പം ആദ്യത്തെ 4 വിക്കറ്റ് നമ്മൾ 25 റണ്ണോ 30 റണ്ണിൽ എന്തോ 4 വിക്കറ്റ് പോയി. അതിന് ശേഷമാണ് ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അവർക്കാണെങ്കിൽ ഒരു 60-65 ഓവർ ബാക്കിയുണ്ട്. അവർ നമ്മളെ ഓൾ ഔട്ട് ആക്കിയാൽ മതി, അവർ ജയിച്ചു. അവർ പിന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള അവർക്ക് പെർസെൻറ്റേജ് കൂടുതലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ലെഡ്ജ് ചെയ്യാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേയൊന്നും ഞാൻ കേട്ടില്ല. എന്നിട്ട് അവസാനം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്, അസർ ഭായ് ഔട്ടായാൽ നമുക്ക് അകത്ത് പോയി ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം,
പരിപാടി അപ്പം തന്നെ തീരും, പിന്നെ വെറുതെ ഇവിടെ നിന്ന് നല്ല വെയിൽ വരുന്നത്, വെറുതെ ഇവിടെ നിന്ന് മെനക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്താണ് ഞാൻ മനസ്സുകൊണ്ട് പറയുന്നത്, ബ്രോ അത്ര പെട്ടെന്ന് കിട്ടൂല ബ്രോ, ഗെയിം ഓൺ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് ആ പറഞ്ഞ സമയം മുതൽ ഞാൻ സ്കോർ ബോർഡ് നോക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 62 ഓവർ എന്തോ ബാക്കിയുണ്ട്. 62 ഓവർ എന്ന് വെച്ചാൽ വലിയ ഒരു സമയമാണ്. 50 ഓവർ എന്ന് പറയുമ്പോൾ തന്നെ 300 ബോൾ ഉണ്ട്, 60 ആകുമ്പോൾ 360 ബോൾ, 372 ബോളുണ്ട്. 372 ബോളിൽ അവർക്ക് ആകെ വേണ്ടത് 5 വിക്കറ്റാണ്. അതിൽ ഒരൊറ്റ ബാറ്റ്സ്മാനേ ഉള്ളൂ ഞാൻ, അപ്പുറത്താണെങ്കിൽ ഓൾറൗണ്ടറാണുള്ളത്. അവിടുന്ന് ഞാൻ ബാറ്റ് ചെയ്ത് ഒരു 45-50 ഓവറിലധികം ഞാൻ നിന്ന് ബാറ്റ് ചെയ്ത്. ആദ്യമായിട്ടാണ് ഞാനൊരു എത്ര ബോൾ അപ്പം കളിച്ചത്, ഒരു 175 ബോൾ എന്താ കളിച്ച് ഞാൻ 60 റൺ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്രയും ചെറിയ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇന്നിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നു. എന്ന് വെച്ചാൽ ചലഞ്ച് ചെയ്തിട്ടും ബാറ്റ് ചെയ്യാം, ഒരു സിറ്റുവേഷൻ ഇങ്ങനെ, അതായത് എൻ്റെ നാച്ചുറൽ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്റ്റിങ്ക്റ്റ് ഫോളോ ചെയ്ത് കളിക്കുന്ന ഒരുത്തനാണ്, കുറച്ച് സ്ട്രോക്സിന് പോകുന്ന ഒരുത്തനാണ്, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. പക്ഷെ അന്ന് ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റി എനിക്ക് ആ ഒരു ഗെയിമിന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അവൻ ആ പറഞ്ഞ സമയത്ത് എന്നെ അത് എവിടെയൊക്കെ ട്രിഗർ ചെയ്ത്, അത്ര പെട്ടെന്ന് ഞാൻ തരൂല എന്നുള്ളൊരു വാശിയിൽ ഞാൻ ബാറ്റ് ചെയ്തു കുറച്ച് നേരം. സെയിം ഇൻസിഡൻറ്റ് നമ്മൾ സെമി ഫൈനലിൽ വന്ന സമയത്ത്, സെമി ഫൈനലിന് മുമ്പ് കോച്ച് നമുക്കിങ്ങനെ മീറ്റിങ്ങിൽ വീഡിയോസൊക്കെ കാണിച്ചു തരും. പുതിയ കോച്ചാണ് അമീർ ഖുറേഷി എന്ന് പറയുന്നത്, MP കാരനാണ്. അപ്പം പുള്ളി 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പുള്ളി ഒരു വീഡിയോ കാണിച്ച്, വിരാട്ടിൻ്റെ ഒരു വീഡിയോ കാണിച്ചു. നമുക്കറിയാം വിരാട്ട് വേൾഡ് അറിയപ്പെടുന്നൊരു, എല്ലാവരും അംഗീകരിച്ചൊരു പ്ലെയറാണ്. അപ്പോൾ വിരാട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, വലിയ സ്റ്റേജ് ആണെങ്കിൽ അതെനിക്ക് അവസരമാണ്, എന്നെ പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരമാണ്. അപ്പോൾ പുള്ളി ആ രീതിയിലാണ് കളീനെ കാണുന്നത്. അപ്പം ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എത്രയാണ് 200 റണ്ണിന് എന്തോ 4 വിക്കറ്റ് 5 വിക്കറ്റ് എന്തോ പോയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല ബാറ്റ് ചെയ്യാൻ പറ്റിയ വിക്കറ്റായിരുന്നു, നല്ല ഔട്ട്ഫീൽഡാണ്, നല്ല ഗ്രൗണ്ട്, തട്ടിയാൽ 4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടും. അപ്പോൾ ആ സമയത്ത് ടാക്കിൾ ചെയ്യേണ്ടത് ആ പ്രഷർ മാത്രമാണ്. നല്ല ബോളേഴ്സാണ് എറിയുന്നത്, രവി ബിഷ്ണോയിനെ പോലത്തെ ഡൊമസ്റ്റിക്കിൽ സക്സസ്ഫുൾ ആയ 2-3 ഫാസ്റ്റ് ബോളേഴ്സ്, അവരൊക്കെയാണ് എറിയുന്നത്. അപ്പോൾ നല്ല ബോളേഴ്സാണ്, നല്ല ഒപ്പോണൻസ് ആണ്, എല്ലാം ആണ്. പക്ഷെ ആ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ മനസ്സിലേക്ക് കൊടുത്തൊരു കാര്യം ഇതേ ഉള്ളൂ, രഞ്ജി ട്രോഫി നമുക്ക് ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കളിക്കാൻ പറ്റും, നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ സെമി ഫൈനൽ കളി ജയിപ്പിച്ച് മാൻ ഓഫ് ദ മാച്ച് മേടിച്ച് അസറെ നിനക്ക് കേരളത്തിന് ആദ്യമായിട്ട് ഫൈനലിൽ കയറ്റാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഉള്ളത് പറഞ്ഞ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് 100 റൺ അടിച്ച് കഴിഞ്ഞിട്ടും ഞാൻ ഒരു ബോൾ പോലും പൊക്കിയടിച്ചിട്ടില്ല. ഞാൻ സാധാരണ അങ്ങനെ കളിക്കുന്ന ഒരുത്തനല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഓടിയ ഒരു മൈൻഡ് സെറ്റ് ഇതാണ്, എങ്ങനെ എനിക്ക് ഇനിയും ബാറ്റ് ചെയ്യാം, എങ്ങനെ ടീമിൻ്റെ സ്കോർ 500 ആയിരുന്നു ലക്ഷ്യം, ടീം 500 എത്തിക്കണം എന്നുള്ളതായിരുന്നു. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി സൈക്കോളജിക്കലി ചെറിയൊരു എഫക്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഒപ്പോണൻസിന്. 500 ടീമിനെ എങ്ങനെ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പുറകിലുള്ളൊരു മോട്ടിവേഷൻ. അത് വന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ ടീമിൻ്റെ സിറ്റുവേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. കാരണം അതിലും വലിയ മോട്ടീവായിട്ടാണ് ഞാൻ അവിടെ ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇതേപോലെ സ്ലെഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അതിലേക്കാട്ടിലും നല്ല ഒരു മോട്ടീവ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കേരളത്തിനെ ഫൈനലിലോട്ട് കൊണ്ടുപോകണം, അതിന് ചെയ്യേണ്ടത് എന്താണ്, ടീമിൻ്റെ ടോട്ടൽ 500 എത്തിക്കണം. ബാക്കി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ സൈഡിൽ വെക്കുക, കുറച്ചും കൂടെ റിസ്കി അല്ലാത്ത കളി കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കളി തറയിൽ കൂടെ അടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്കത് വളരെ വിസിബിൾ ആയിട്ടുള്ള ആ കളി ഫോളോ ചെയ്ത ഒരാളെന്ന രീതിയിൽ എനിക്ക് ഇറ്റ് വാസ് വെരി വിസിബിൾ. അസറിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ അല്ലായിരുന്നു, റെസ്ട്രിക്റ്റ് ചെയ്ത് ഗ്രൗണ്ട് ഷോട്ടാണ് കൂടുതലെന്ന് കളിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ എന്ന രീതിയിൽ സൽമാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചാണ്, ഞാനായിരുന്നു ക്ലാസ് ടീച്ചർ. അപ്പം നിങ്ങൾ ഈ ഒരു ഗ്രോത്ത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൽമാനും അസറുമാണ്, സൽമാൻ ക്വാർട്ടറാണെങ്കിൽ അസർ സെമിയാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മുടെ പിള്ളേരാണ് കേരളത്തിൻ്റെ നെടുംതൂണുകളായിട്ട് മാറി എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള യാത്രകളിൽ കേരള ടീമിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇനിയും കേരള ടീമിന് എല്ലാ ഗെയിംസ്, എല്ലാ ഫോർമാറ്റിലേക്കും നിങ്ങളുടെ ആ ടാലൻറ്റ് എന്തായാലും എത്തിച്ചേരണം. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടെ വിസിബിളായി, നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി, നിങ്ങൾ കുറച്ചൊരു സെലിബ്രിറ്റി ആളുകളായിട്ട് മാറി. അങ്ങനെയല്ല, അത് 2 രീതിയിൽ നമുക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രഷർ എന്നുള്ള രീതിയിൽ എടുക്കാം, ഇല്ലെങ്കിൽ ചേട്ടൻ ഈ പറയുന്ന പോലെ ആ രീതിയിലും എടുക്കാം. പക്ഷെ നമ്മുടെ അടുത്ത് കോച്ച് കളി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്, ഇനി കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഇപ്പോൾ ഉണ്ടായതിനേക്കാട്ടിലും റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യും കൂടുതൽ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മണിക്കൂറാണ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 7 മണിക്കൂറോ 8 മണിക്കൂറോ ആക്കാൻ നോക്കുക. അതാണ് നിങ്ങളുടെ പ്രോസസ്സ്. ബാക്കി റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, പക്ഷെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പം
നമുക്ക് അങ്ങനത്തെ ഒരു കോച്ചിനെ ആയിരുന്നു ആവശ്യം. അപ്പം ഇപ്പോഴുള്ള കോച്ച് നമ്മുടെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം ഭയങ്കര സിമ്പിളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫൈനലിലെത്തിയ ഒരു ടീം അടുത്ത വർഷം കളിക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യും. ഇപ്പോൾ ടെണ്ടുൽക്കറും വിരാട്ടും ബാറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 100ആണ്. വിരാട്ട് 70 അടിച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടത് അയ്യോ വിരാട്ട് ഔട്ടായി എന്തീ കളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം കാരണം പുള്ളിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അങ്ങനെയാണ്. അതന്നെ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് അങ്ങനെ ഹൈ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഇനിയും നന്നാക്കുക, ഇനിയും കേരളത്തിനെ മേലോട്ട് കൊണ്ടുപോവുക, അതൊക്കെയാണ്. അപ്പോൾ പ്രിപ്പറേഷനാണ് നമ്മൾ കൂടുതൽ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇനി വരുന്ന വർഷങ്ങളിൽ ചലഞ്ചിങ് ഇയേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ ആ പ്രഷറിനെ അല്ലെങ്കിൽ ആ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാനായിട്ട് അസറിനും സൽമാനും ഒക്കെ കഴിയും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐ നോ ഹൗ യു ഹാവ് ഡെവലപ്ഡ് ഓവർ ദിസ് ഇയേഴ്സ്. ഇന്ന് വളരെ മച്വർ ആയിട്ടുള്ള വളരെ ഒരുപക്ഷെ ഞങ്ങളെക്കാളും നല്ല ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അസറിന് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഫ്യൂച്ചറിലേക്ക് എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. ഇനി അസർ ഈ പറഞ്ഞതുപോലെ എല്ലാ ഫോർമാറ്റിലും വൈറ്റ് ബോളിലും അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഒക്കെ മുന്നോട്ട് വരട്ടെ. ഈ ഭാവിയിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചേരട്ടെ. IPL കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഇനിയും ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും വരും. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹങ്ങളും എന്താണ് പറയുക പിന്തുണയും ഒക്കെ അസറിൻ്റെ ഒപ്പമുണ്ട്. അവസാനം നമ്മുടെ ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കോളേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക്, അതായത് പ്രത്യേകിച്ച് പുതിയ കാലത്തിലെ കുട്ടികൾക്ക്, അത് സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, ആർട്സ് ആയിക്കൊള്ളട്ടെ, മറ്റു പല അംബിഷൻസ് ഉള്ള കുട്ടികളായിക്കൊള്ളട്ടെ, അവരോട് എന്തെങ്കിലും ഒരു ഡിറക്ഷൻസ്, അഡ്വൈസ് ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ ഒരു ലൈഫിൽ യു ഹാവ് അച്ചീവ്ഡ് സംതിങ്, അങ്ങനെ അച്ചീവ് ചെയ്ത ഒരാളെന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡിറക്ഷൻസ് പറയാനുണ്ടോ എന്നുള്ളതാണ്. ഒരു ഗൈഡൻസ് എന്നുള്ള രീതി, അഡ്വൈസ് അല്ല, ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനുണ്ട്. കാരണം ഇന്നത്തെ ആളുകൾക്കോ ഇന്നലത്തെയോ ഒക്കെ ആവട്ടെ, പക്ഷേ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത, അതായത് അവരുടെ വഴിതെറ്റുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എത്തിക്കലോ അല്ലെങ്കിൽ മൊറലിസ്റ്റിക്കോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. അവർക്കൊരു സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ടാവും. അതിൽ നിന്ന് മാറി മറ്റ് പല മേഖലയിലേക്കും പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പം how important it is to stick on to the basics as well as your ambition. ഓക്കെ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല ക്വസ്റ്റ്യനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഏറ്റവും ഞാൻ ആൻസർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് അത്. അതായത് നമുക്ക് ഒരു സംഗതി ഉണ്ട്. ഞാൻ സെമി ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് മേടിക്കുന്ന സമയത്ത് പ്രസൻറ്റേഷന് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ അവാർഡ് ഫോർ മീ. അതുകൊണ്ട് തന്നെ ഞാനിതെൻ്റെ പാരൻസിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദോസ് ആർ നോട്ട് വിത്ത് മീ എനിമോർ. അതാണ് മെയിൻ സംഗതി. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും, എന്ത് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഹാപ്പി ആവുന്നതും സാറ്റിസ്ഫൈ ആവുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സാറ്റിസ്ഫാക്ഷനാണ് അൾട്ടിമേറ്റ്ലി അല്ലെന്ന് പറയുന്നത്. അപ്പം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യം അച്ചീവ് ചെയ്ത് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഉമ്മ ഞാനിത് എനിക്കിങ്ങനെയായി, എനിക്കിത്, ഇല്ലെങ്കിൽ പത്രത്തിൽ വരുന്നത്, അപ്പോൾ അച്ഛനും അമ്മയുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്. അത് കാണുക, ഇല്ലെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി കാണുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനോടുള്ള ഉത്തരം ഞാൻ പറയുന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഈ പുതിയ ജനറേഷൻ എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായും നിങ്ങൾ ഓരോ ചെറിയ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾ അവരെ മുഖത്ത് കാണുന്ന ഒരു സാധനമുണ്ട്. കാരണം ലൈഫിൽ ഒന്നും പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ചപ്പോഴും അത് കഴിഞ്ഞ് 20-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സാധനവും സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ, ഇനി കൂടെ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾ ഇനി എത്ര കാശ് കൊണ്ട് കൊടുത്താലും അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനോ ആ ഒരു ഹാപ്പിനെസ്സോ അവർക്ക് കാണൂല. അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് റിയലൈസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക, പാരൻസിനെ പ്രൗഡായിക്കൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം ലഹരി ഇല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ വഴിയിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് ഹാപ്പി ആയിരിക്കില്ല, അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും അത് അവരുടെ മുഖത്ത് കാണിക്കുന്ന സന്തോഷമായിരിക്കും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അവരെ ഹാപ്പി ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് മെയിൻ സംഗതി. അപ്പം
പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുക, എന്താണോ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് റിയലൈസ് ചെയ്യുക, അതിനും വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം പോകുന്ന കേസ് അതായിരിക്കും. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇന്നലെ എന്താ ചെയ്തത്, കുറച്ചുകൂടെ ബെറ്റർ ആണോ, അല്ലെങ്കിൽ അടുത്ത 2 മാസം കഴിയുമ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോൾ അതിലോട്ട് എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ എന്താ ഇന്നലെ പ്ലാൻ ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്ത വരിക. റാദർ ദാൻ തിങ്കിങ് അബൌട്ട് ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയാണ്, അവരുടെ പാരൻസിൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് അൾട്ടിമേറ്റ്ലി എല്ലാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അവരെ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം അതിനു മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ആദ്യം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്കൊന്ന് നമ്മൾ കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഈ പ്രൈവറ്റ് കോൺവെർസേഷനിൽ അസർ പറഞ്ഞൊരു സംഗതി എന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് നിങ്ങളൊരു ക്രിക്കറ്റ് ഗെയിമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺസ്, നമ്മളുടെ പേഴ്സണൽ കോൺവെർസേഷൻസ് ഒക്കെ എല്ലാം പേഴ്സണലായിട്ടുള്ള എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ ഡിസിപ്ലിൻ ആവണം. അവിടെ കോച്ച് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ നടക്കുന്ന സമയങ്ങൾ സംസാരിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. റൈറ്റ്, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ 100% നിങ്ങൾ അവിടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൈഫിൽ, പ്രത്യേകിച്ച് ഒരു ഗെയിമിൽ, സ്പോർട്സിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഹൗ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അതുകൂടെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺവെർസേഷൻസ് നമുക്ക് വേണ്ടി. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസിപ്ലിനും ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ദിവസം എന്നുള്ളതല്ല. കാരണം ഈ പറയുന്ന പോലെ 1-2 ദിവസത്തിൽ ഗ്രോത്തോ സക്സസോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. രാവിലെ ഇത്ര മണിക്ക് എണീക്കുക, രാവിലെയും വൈകുന്നേരം ഓരോ സെഷൻസ് ഉണ്ടാകും. അത് ക്ലാസ് ഉള്ള സമയത്താണ്. ഇപ്പോഴാണെങ്കിൽ രാവിലെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങിയ ഒരു ഉച്ചവരെ ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനും ഒരു 10 വർഷം മുമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചോരത്തെളുപ്പുള്ള ഒരു പയ്യനായിരുന്നു. അപ്പം കാലക്രമേണ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ് അൾട്ടിമേറ്റ്ലി എല്ലാവരെയും മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ടീമിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് സച്ചിൻ ബേബി എന്ന് പറയുന്ന ഒരാൾ. പുള്ളി, എൻ്റെ കണക്കൂട്ടി ശരിയാണ്, പുള്ളി 36 വയസ്സുണ്ട്. പുള്ളി 100 ഫസ്റ്റ് ക്ലാസ് മാച്ച് കളിച്ചു. അപ്പം ഈ വർഷം ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടീമിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ബേബിയാണ്. അപ്പോൾ സച്ചിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ ചേട്ടൻ ഒരു 5 ഡേ മാച്ച് നമ്മൾ കളിക്കുകയാണെങ്കിൽ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലോഡുള്ള ഒരു സാധനമാണ്. രാവിലെ 9:30 to 5 o'clock 5 ദിവസം കളിക്കുക എന്ന് പറഞ്ഞാൽ ലോഡാണ്. നമ്മൾ എക്സോസ്റ്റ് ആകുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു സെഹ്റാട്ടിലെ അലുമിനൈ ആണ്. അപ്പം 5 ദിവസം കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റ് ആകുന്ന ഒരു കാര്യമാണ്. പക്ഷെ 6ാമത്തെ ദിവസം ഏറ്റവും ആദ്യം ജിമ്മിലുണ്ടാകുന്നത്, 6ാമത്തെ ദിവസം നമുക്ക് ഓഫാണ്, അന്ന് ഏറ്റവും ആദ്യം ജിമ്മിലുണ്ടാകുന്നത് പുള്ളിയാണ്. അത് പുള്ളിയുടെ ഡിസിപ്ലിനും പുള്ളിയുടെ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നത് പോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനൊരു നമുക്കൊരു, അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ അച്ചീവ് ചെയ്യുന്ന പൊസിഷനും അത് മിനിമൈസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അച്ചീവ് ചെയ്യുന്ന പൊസിഷനും തമ്മിൽ 2-3 സ്റ്റെപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിജയത്തിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടാനായിട്ടും സംസാരിക്കാനായിട്ടും ഒക്കെ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സീസൺ എനിക്ക് തോന്നുന്നു വി എക്സ്പെക്ട് മോർ ഫ്രം യു. പക്ഷെ അതൊരു വലിയ പ്രഷറായിട്ടൊന്നും എടുക്കേണ്ട. എനിക്ക് തോന്നുന്നു യു ഹാവ് ലേൺ ഹൗ ടു ടാക്കിൾ ദ പ്രഷർ. അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ്. പഠിപ്പിച്ച ഒരു എന്താണ് പറയുക, അധ്യാപകൻ എന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു സുഹൃത്ത് എന്ന രീതിയിലും ഈ പറഞ്ഞതുപോലെ തന്നെ മാറി നിന്ന് അസറിൻ്റെ ഒരു പ്രോഗ്രസ് കണ്ട ഒരാളെന്ന രീതിയിലും വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. ലൈക്ക് വി സല്യൂട്ട് യുവർ ഹാർഡ് വർക്ക്, യുവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് യുവർ പാഷൻ. ആൻഡ് യു ഹാവ് ബിക്കം, എന്താണ് പറയുക, ഞങ്ങൾ പല ആളുകൾക്കും ഒരു മോഡലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എനിക്കറിയാം, ഞാനൊരു കോഴിക്കോടുകാരനാണ്. കാസർഗോഡ് നിന്ന് വന്ന് പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ച് നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഗെയിമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് ഐ തിങ്ക് ആളുകൾ അസറിനെ അറിഞ്ഞു തുടങ്ങാനായിട്ട് തന്നെ യു ഹാഡ് ടു വർക്ക് എ ലോട്ട്. അപ്പോൾ അതെല്ലാ ആളുകൾക്കും സക്സസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയല്ല എന്നും, ഇപ്പോൾ റീൽസ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതുപോലെയല്ല. യു ടോക്ട് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതൊക്കെ വലിയ ഒരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ടും സഞ്ചരിക്കാനായിട്ടും പാഷൻസിനെ എന്താണ് പറയുക, അത് സെർച്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രചോദനം ആവട്ടെ ഈ ഒരു ടോക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അസറിൻ്റെ
ഫ്യൂച്ചർ ഗെയിംസ് ഇനി ഇഷ്ടംപോലെ ഗെയിംസ് വരുന്നുണ്ട്. എനിക്ക് ദുലീപ് ട്രോഫി വരാൻ പോവുകയാണ്. ഈ പറഞ്ഞ IPL-ലേക്ക് ഭാവിയിൽ ഇന്ത്യൻ ടീമിലേക്കും ഒക്കെ ചേരാനായിട്ട് അസറിന് കഴിയട്ടെ. ഐ തിങ്ക് യു ഹാവ് ദാറ്റ് കാലിബർ ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അതിൽ ഞങ്ങൾ അതിലേക്ക് നോക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ ആശംസകളും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്തുണയും ഞങ്ങൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.